إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اعبدوا ربكم الذي خلقكم من نفس واحدة يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم إنما يخشى الله من عباده العلماء ആദരണീയരായ സത്യവിശ്വാസി വിശ്വാസിനികളെ, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും അവൻ്റെ നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, ദീനിൻ്റെ പേരിൽ വസിയത്ത് ചെയ്യുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകി നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വിദ്യാഭ്യാസ അധ്യയന വർഷം ആരംഭിക്കാനിരിക്കുകയാണ്. ഭൗതിക വിദ്യാഭ്യാസം മക്കൾക്ക് നൽകുന്നതിൽ നമ്മൾ ഏറെ മുന്നിലാണ്. ഏറ്റവും നല്ല സ്ഥാപനങ്ങൾ തിരഞ്ഞെടുക്കുന്നിടത്ത് നമ്മുടെ മക്കൾക്ക് ഭൗതികപരമായിട്ടുള്ള വിദ്യാഭ്യാസങ്ങൾ അവർക്ക് ഏറ്റവും അനുയോജ്യമായ രൂപത്തിൽ നൽകാൻ നമ്മളേറെ പ്രയാസങ്ങൾ സഹിക്കുന്നുണ്ട്. ഏറ്റവും നല്ല സ്ഥാപനങ്ങൾ തിരഞ്ഞെടുക്കുന്നു, ഏറ്റവും നല്ല അധ്യാപകരുടെ ശിക്ഷണത്തിൽ പഠിക്കാനുള്ള അവസരം നമ്മുടെ മക്കൾക്ക് നമ്മൾ നൽകുന്നു. ഏറെ നല്ല കാര്യം, ഇസ്ലാം അനുവദിച്ച വിഷയമാണ്. എന്നാൽ അതോടൊപ്പം തന്നെ നമ്മുടെ മക്കളുടെ മതപരമായ വിദ്യാഭ്യാസത്തിൻ്റെ വിഷയത്തിൽ നമ്മൾ എത്രത്തോളം സൂക്ഷ്മത കാണിക്കുന്നുണ്ട്?
നമുക്കറിയാം, മതപരമായ അറിവുകൾ തേടുന്നിടത്താണ് നമ്മുടെ മക്കൾക്ക് വിജയമുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്തെത്തിക്കഴിഞ്ഞാൽ ചോദിക്കുന്ന വിഷയം ദീന് പഠിച്ചതിനെ പറ്റിയാണ്. എങ്ങനെയാണ് നമസ്കരിച്ചത്, മാതാപിതാക്കളുടെ വിഷയത്തിൽ എങ്ങനെയായിരുന്നു, അങ്ങനെ തുടങ്ങിയ നമസ്കാരവുമായി ബന്ധപ്പെട്ട് അങ്ങനെ തുടങ്ങിയ മുഴുവൻ ദീനീ കാര്യങ്ങളെക്കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് വെച്ചുകൊണ്ട് ചോദിക്കുക. അവിടെ ഒരു പിതാവെന്ന നിലയിൽ, ഒരു മാതാവെന്ന നിലയിൽ നമ്മുടെ മക്കൾക്ക് മതപരമായ വിദ്യാഭ്യാസം നൽകാൻ നിർബന്ധപൂർവം ഒരു പ്രാധാന്യം നമ്മൾ കണക്കിലെടുത്ത് അതിലിടപെടാൻ നമുക്ക് സാധിക്കണം. പ്രത്യേകിച്ച് നമ്മുടെ ഈ ഒരു സാഹചര്യത്തിൽ പല തോന്നിവാസ കാര്യങ്ങളും അതുപോലെ തന്നെ ലിബറലിസവും നമ്മുടെ മക്കളുടെ സ്കൂളുകളിലേക്കും ക്യാമ്പസുകളിലേക്കും കടന്നു വരുന്ന ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ദീന് പഠിച്ചു മനസ്സിലാക്കിയവരായി നമ്മുടെ മക്കൾ മാറണം. അതിന് ഏറ്റവും പ്രാധാന്യമുള്ള വിഷയമാണ് മദ്രസകൾ. മതവിദ്യാഭ്യാസ രംഗത്ത് മദ്രസകൾക്ക് ഏറെ പ്രാധാന്യമുണ്ട്. എന്നാൽ പലപ്പോഴും സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് കേവലം 1-2 മണിക്കൂറുകൾ മാത്രം ഒരു ദിവസം ലഭിക്കുന്ന മദ്രസ വിദ്യാഭ്യാസം മക്കൾക്ക് നിഷേധിക്കുന്ന രക്ഷിതാക്കളെ നമ്മൾ കണ്ടുവരുന്നുണ്ട്. വലിയ വില നമ്മൾ കൊടുക്കേണ്ടി വരും. ഭൗതികപരമായിട്ടുള്ള വിദ്യാഭ്യാസം മക്കൾക്ക് നൽകുന്നതോടൊപ്പം തന്നെ മതപഠനത്തിനുള്ള സാഹചര്യവും സന്ദർഭവും നമ്മുടെ മക്കൾക്ക് ഒരുക്കി നൽകണം. മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ സാധിക്കും, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, ത്വലബുൽ ഇൽമി ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ, മതപരമായ വിജ്ഞാനം തേടുക എന്നുള്ളത്, അറിവ് തേടുക എന്നുള്ളത്, മതപരമായിട്ടുള്ള പഠനങ്ങൾ ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ, എല്ലാ മുസ്ലിങ്ങളുടെ മേലും നിർബന്ധമായ കാര്യമാകുന്നു. മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഈ ഹദീസിനെ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇസ്ലാമിലെ മുഴുവൻ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ട് ചെയ്യുക എന്നുള്ളതാണ് അത് സ്വീകരിക്കാനുള്ള ഷർത്തായിക്കൊണ്ട്, നിബന്ധനയായിക്കൊണ്ട് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി തൻ്റെ സ്വഹീഹുൽ ബുഖാരിക്ക് അദ്ദേഹം ഒരു തലവാചകം, അതിനൊരു ഉൻവാൻ, അദ്ദേഹം ഒരു ഹെഡിങ് നൽകിയത് നമുക്ക് ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും. സ്വഹീഹുൽ ബുഖാരിയിൽ അദ്ദേഹം നൽകിയ ഒരു ഹെഡിങ് അൽ ഇൽമു ഖബ്ലൽ ഖൗലി വൽ അമൽ. അൽ ഇൽമു, വിജ്ഞാനം എന്നുള്ളത് ഖബ്ലൽ ഖൗലി വൽ അമൽ, വാക്കിനും പ്രവൃത്തിക്കും മുന്നോടിയായി ഉണ്ടാകേണ്ടതാണ് എന്ന ഒരു ശീർഷകം, എന്ന ഒരു തലവാചകം മഹാനായ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി തൻ്റെ സ്വഹീഹുൽ ബുഖാരിക്ക് നൽകിയതായി കാണാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മെ സംബന്ധിച്ചിടത്തോളം എല്ലാ വിഷയങ്ങളും ദീനീപരമായ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടായിരിക്കണം നമ്മൾ നിർവഹിക്കേണ്ടത്. എങ്ങനെയാണ് നമസ്കരിക്കേണ്ടതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസിൽ പഠിപ്പിച്ചു. സ്വല്ലൂ കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ എപ്രകാരം നമസ്കരിക്കുന്നത് നിങ്ങൾ കണ്ടുവോ ആ രൂപത്തിൽ നിങ്ങൾ നിർവഹിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. അതുകൊണ്ട് എങ്ങനെയും നിർവഹിക്കുക എന്നുള്ളതല്ല, ഇബാദാത്തുകൾ, ആരാധനകൾ അത് കൃത്യമായി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച രൂപത്തിൽ നിർവഹിക്കാൻ നമുക്ക് സാധിക്കണം. ഏതൊരു ഇബാദത്തും സ്വീകരിക്കാനുള്ള 2 ഷർത്തുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നുണ്ട്. ഒന്നാമത്തേത് അൽ ഇഖ്ലാസ്, നിഷ്കളങ്കമായിക്കൊണ്ട് ആരെയും കാണിക്കാതെ റഹ്മാനായ റഹീമായ റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് വേണ്ടിയാണെന്ന ഉദ്ദേശശുദ്ധിയോടുകൂടി ആയിരിക്കണം ഓരോ കർമ്മങ്ങളും നിർവഹിക്കേണ്ടത്. രണ്ടാമത് പഠിപ്പിച്ചു, രണ്ടാമത്തെ ഷർത്തായിക്കൊണ്ട്, നിബന്ധനയായിക്കൊണ്ട് പഠിപ്പിച്ചു മുതാബഅത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകനെ പിൻപറ്റിക്കൊണ്ടായിരിക്കണം നിർവഹിക്കേണ്ടത്. അതിനൊരു ഉദാഹരണമാണ് നമസ്കാരത്തിന്റെ വിഷയം. പ്രവാചകൻ പഠിപ്പിച്ചത് എങ്ങനെ പ്രവാചകൻ നമസ്കരിച്ചു എന്ന് സ്വഹാബികൾ ഹദീസിലൂടെ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ രൂപത്തിൽ നിർവഹിക്കണം. നമ്മൾ നമസ്കാരത്തെ പറ്റി പഠിച്ചവരാണ്, പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ അറിയുന്നവരാണ്, മതപരമായ വിഷയങ്ങൾ, തൗഹീദിനെ കുറിച്ച്, അള്ളാഹുവിനെ കുറിച്ച് അറിയുന്നവരാണ്. എന്നാൽ നമ്മുടെ മക്കൾ, നമ്മുടെ ആൺമക്കളും പെൺമക്കളും അള്ളാഹുവിനെ പറ്റി അറിയാത്തവരാണെങ്കിൽ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ തിന്മകളിലേക്ക് വഴുതി വീഴാനുള്ള സാഹചര്യം വളരെ അധികമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് സഹോദരങ്ങളെ, എല്ലാ വിഷയവും അങ്ങനെ തന്നെയാണ്.
പ്രവാചകൻ സ്വഹാബികളോട് ഹജ്ജ് നിർവഹിക്കുന്ന സമയത്ത് പറഞ്ഞത്, ഞാൻ ഹജ്ജ് നിർവഹിക്കുന്നത് ഏത് രൂപത്തിൽ നിങ്ങൾ കാണുന്നുവോ, അതല്ലെങ്കിൽ എപ്രകാരം ഞാൻ ഹജ്ജ് നിർവഹിക്കുന്നുവോ ആ രൂപത്തിൽ നിങ്ങൾ നിർവഹിക്കണം. നോമ്പിന്റെ വിഷയം അങ്ങനെയാണ്. നോമ്പിന്റെ വിധിവിലക്കുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. കൃത്യമായി ദീനി ഇബാദത്തുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച രൂപത്തിൽ നിർവഹിക്കാൻ നമുക്ക് സാധിക്കണം. അതുപോലെ തന്നെ മതവിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം നമുക്കറിയാം. പരിശുദ്ധ ഖുർആനിൽ ഒരു ആയത്തുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. ഇന്നമാ യഖ്ശല്ലാഹ, അല്ലാഹുവിനെ ഭയപ്പെടേണ്ടെന്ന രൂപത്തിൽ ഭയപ്പെടുന്നത് മിൻ ഇബാദിഹി, അവന്റെ അടിമകളിൽ, അവന്റെ ദാസന്മാരിൽ, അൽ ഉലമാ, അറിവുള്ളവരാണ്, മതപണ്ഡിതരാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, പലിശ ഹറാമാണെന്ന് നമ്മുടെ മക്കൾക്ക് മനസ്സിലാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ വീക്ഷിക്കുന്നുണ്ട്. ഉപ്പയും ഉമ്മയും അറിയാത്ത സാഹചര്യത്തിൽ ഒറ്റക്ക് ക്യാമ്പസുകളിലൂടെ നടക്കുമ്പോൾ, സ്കൂളുകളിൽ ഞാൻ ഒറ്റക്കാവുന്ന സമയത്ത് അന്യ പുരുഷൻ എന്നെ സ്പർശിക്കാൻ പാടില്ല, അത് ഹറാമാകുന്നു. അല്ലാഹു കാണുന്നുണ്ട്. ഉപ്പയും ഉമ്മയും അറിയുന്നില്ലെങ്കിലും റഹ്മാനായ റഹീമായ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ നിരീക്ഷിക്കുന്നുണ്ടെന്ന ബോധ്യവും നമ്മുടെ മക്കൾക്കുണ്ടാകണം. അതിന് നിർബന്ധപൂർവം മക്കൾക്ക് ദീന് പഠിക്കാനുള്ള സാഹചര്യവും സംവിധാനങ്ങളും നമ്മൾ ഉപയോഗപ്പെടുത്തണം. അവർക്കതിനുള്ള സംവിധാനങ്ങൾ നമ്മൾ ഒരുക്കി നൽകണം. എങ്കിലേ അള്ളാഹുവിനെ ഭയമുള്ള, അതല്ലെങ്കിൽ ആ രൂപത്തിൽ നമ്മുടെ മക്കൾ വളർന്നു വരികയുള്ളൂ. മാത്രമല്ല, മറ്റൊരു ആയത്തിൽ കാണാൻ സാധിക്കും, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയാണ്, വിശ്വസിച്ചവരെയും അതുപോലെ തന്നെ വിജ്ഞാനം നൽകപ്പെട്ടവർ, അറിവുള്ളവർ, അവരെയും അല്ലാഹു പല പടിയായി കൊണ്ട് ഉയർത്തുന്നതാണ്. അല്ലാഹുവിന്റെ അടുക്കൽ സ്ഥാനമുള്ളവർ ദീന് പഠിച്ചവരാണ്. ദീനിന്റെ കാര്യങ്ങൾ അറിയുന്ന ഒരു മകനെങ്കിലും പിതാക്കളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ മക്കളിൽ ഉണ്ടാകണം. ദീനീ വിദ്യാഭ്യാസം ലഭിക്കപ്പെട്ട, ദീനിനെ കൃത്യമായി പഠിച്ച് മനസ്സിലാക്കിയ ഒരു വ്യക്തിയെങ്കിലും നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകണം. അതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. എന്നിട്ട് ആയത്തിന്റെ അവസാനം അല്ലാഹു പറയാണ്, വല്ലാഹു ബിമാ തഅമലൂന ഖബീർ, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ പറ്റി സൂക്ഷ്മമായി അറിയുന്നവൻ അല്ലാഹു ആകുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും ഭൗതികപരമായ വിദ്യാഭ്യാസങ്ങൾക്ക് നമ്മൾ പ്രാധാന്യം നൽകാറുണ്ട്. അത് ഇസ്ലാം അനുവദിച്ച വിഷയമാണ്. എന്നാൽ അതോടൊപ്പം, അതല്ലെങ്കിൽ അതിലേറെ ഒരുപടി മുന്നോടിയായിക്കൊണ്ട് മതപരമായ വിദ്യാഭ്യാസം മക്കൾക്ക് നൽകാൻ നമുക്ക് സാധിക്കണം. ഒരു സഹോദരൻ, ഡോക്ടറായ ഒരു സഹോദരൻ ആവശ്യപ്പെട്ടു. അദ്ദേഹം പറയാണ്, ഉപ്പ മരണപ്പെട്ട് മുന്നിൽ കിടക്കുന്നുണ്ട്. ഒരുപാട് ഡോക്ടറേറ്റ് കംപ്ലീറ്റ് ചെയ്തു, അതിൽ M.Pharm അതല്ലെങ്കിൽ ആ രൂപത്തിൽ അതിലെ PG ഒക്കെ എടുത്ത് ഒരുപാട് സർട്ടിഫിക്കറ്റുകൾ നേടിയ വ്യക്തിയാണ്. ഏറ്റവും പ്രശസ്തനായ ഡോക്ടറാണ്. എന്നാൽ തൻ്റെ പിതാവ് മരണപ്പെട്ട് മുന്നിൽ കിടക്കുമ്പോൾ എങ്ങനെയാണ് മയ്യത്ത് നമസ്കാരം നിർവഹിക്കേണ്ടതെന്നറിയാത്ത മകൻ, അവനെപ്പറ്റി നമ്മൾ എന്താണ് പറയുക? ഭൗതികപരമായ വിദ്യാഭ്യാസം ഏറെ നേടിയിട്ടുണ്ട്, മതപരമായി ഒന്നും ലഭിച്ചിട്ടില്ല. അവസാനമായി മാതാപിതാക്കൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് നൽകേണ്ട ഏറ്റവും വലിയ ബാധ്യതയാണ് അവർക്ക് വേണ്ടി മയ്യത്ത് നമസ്കരിക്കുക, അവർക്ക് പൊറുക്കലിന് വേണ്ടി അള്ളാഹുവിനോട് തേടുക എന്നുള്ളത്. അതിൻ്റെ രൂപവും അതിലെ പ്രാർത്ഥനകളും അറിയാത്ത ഒരു മകനെ സംബന്ധിച്ച് നമ്മൾ എന്തു പറയും? അതേസമയം ഡോക്ടറാണതല്ലെങ്കിൽ ഏറ്റവും ഉന്നതമായ വിദ്യാഭ്യാസം നേടിയൊരു വ്യക്തി, അവന് കൃത്യമായി അതിലെ വിഷയങ്ങൾ അറിയാം, മയ്യിത്ത് നമസ്കാരം അറിയാം, അതിൻ്റെ പ്രാർത്ഥന അറിയാം. അത്തരം ആളുകളെ പറ്റിയാണ് നമ്മൾ പറയുക, ആ പിതാവിന് ഉപകാരപ്പെട്ട മകൻ അതാകുന്നു എന്ന് നമ്മൾ പറയും. അതുകൊണ്ട് സഹോദരങ്ങളെ, മക്കളുടെ വിഷയത്തിൽ നമ്മൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. കൃത്യമായി നിർബന്ധപൂർവം ചെറിയ പ്രായത്തിൽ തന്നെ മദ്രസകളിലേക്ക് അവരെ കൊണ്ട് ചെന്നാക്കാൻ, അവർക്ക് ദീന് പഠിക്കാൻ, ദീനിനെ മനസ്സിലാക്കുന്ന മക്കളായി നമ്മുടെ മക്കൾ വളരണം. മാത്രമല്ല, ഒരു ഹദീസിൽ കാണാൻ സാധിക്കും, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമ. മൻ സലക ത്വരീഖൻ, ഒരു വ്യക്തി ഒരു വഴിയിലേക്ക് പ്രവേശിക്കുകയാണ്, യൽതമിസു ഫീഹി ഇൽമ,
വിജ്ഞാനം അന്വേഷിച്ചുകൊണ്ട് ദീന് പഠിക്കാൻ അതിനുവേണ്ടി അവൻ ഒരു വഴിയിൽ പ്രവേശിക്കുകയാണെങ്കിൽ സഹലല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന, സ്വർഗ്ഗത്തിലേക്കുള്ള അവന്റെ പാതയം അല്ലാഹു എളുപ്പമാക്കി നൽകുമെന്ന് ഹദീസിൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിലേറെ സൂക്ഷ്മത കാണിക്കണം. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത മഹാനായ സ്വഹാബി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തെ പറ്റി നമുക്കറിയാം. സ്വഹാബികളിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഹദീസുകൾ പഠിച്ച് അത് ഉദ്ധരിച്ച മഹാനായ സ്വഹാബിയാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. ഈ ദീനിനെ സ്നേഹിച്ച, ഇൽമിനെ സ്നേഹിച്ച, വിജ്ഞാനത്തെ സ്നേഹിച്ച മഹാനായ സ്വഹാബി. അതുകൊണ്ട് സഹോദരങ്ങളെ, അദ്ദേഹം പറയുന്ന ഈ ഹദീസിൽ നമുക്ക് ഗുണപാഠമുണ്ട്. ദീന് പഠിക്കുന്ന സംവിധാനങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തണം. പിന്നെ ചില ആളുകൾ പറയാറുണ്ട് ദീന് പഠിക്കാൻ പ്രായം ഒരു തടസ്സമാണെന്ന്. നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം, അല്ലാഹു സുബ്ഹാനഹു വ തആല 60 വയസ്സ് വരെ നമുക്ക് ആയുസ് നൽകിയിട്ട് അല്ലാഹുവിൻ്റെ കലാം, റബ്ബിന്റെ വചനങ്ങൾ, പരിശുദ്ധ ഖുർആനിന്റെ സൂക്തങ്ങൾ, ആയത്തുകൾ പാരായണം ചെയ്യാൻ നമുക്കറിയില്ല എങ്കിൽ അല്ലാഹുവിൻ്റെ അടുത്ത് ഒരു ഒഴിവ് കഴിവ് പറയാൻ നമുക്ക് സാധിക്കില്ല. പ്രവാചകന്റെ ഹദീസിൽ കാണാൻ സാധിക്കും, 60 വയസ്സുവരെ അല്ലാഹു ആയുസ്സും ആഫിയത്തും നൽകിയ ഒരു വ്യക്തി, അവന്റെ ഒരു ഒഴിവ് കഴിവും അല്ലാഹു സ്വീകരിക്കുകയില്ല. അവൻ പഠിച്ചിരിക്കണം, ദീനിനെ പറ്റി അറിഞ്ഞിരിക്കണം, അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യണം. ആ വിഷയത്തിൽ അവനോട് ചോദ്യമുണ്ടാകുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ആ വിഷയത്തിൽ നമുക്കൊരു സൂക്ഷ്മത ഉണ്ടാകണം. മഹാനായ ഇമാം ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറയാണ്, ഖാല ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി മൻ ലാ യുഹിബ്ബുൽ ഇൽമ ലാ ഖൈറ ഫീഹി. മല്ലാ യുഹിബ്ബുൽ ഇൽമ, വിജ്ഞാനത്തെ സ്നേഹിക്കാത്ത ഒരു വ്യക്തി, ലാ ഖൈറ ഫീഹി, അവനിൽ യാതൊരു നന്മയുമില്ല എന്ന് ഇമാം ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ദീന് പഠിക്കാൻ പരിശുദ്ധ ഖുർആനിൻ തജ്വീദ് അനുസരിച്ച് പ്രവാചകൻ പഠിപ്പിച്ച രൂപത്തിൽ പാരായണം ചെയ്യാൻ, അതിന്റെ നിയമങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഖുർആൻ പഠിക്കാനുള്ള സംവിധാനങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. വിരൽ തുമ്പിലൂടെ ദീന് പഠിക്കാൻ, വിജ്ഞാനം നുകരാനുള്ള അനുഗ്രഹം അല്ലാഹു നമുക്ക് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് അത് ഉപയോഗപ്പെടുത്തണം. പ്രായഭേദമന്യേന നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ദീന് പഠിക്കുന്നവരാകണം. മക്കൾക്ക് വിദ്യാഭ്യാസം കൃത്യമായി നൽകണം. മദ്രസകളിൽ വളരെ നിർബന്ധപൂർവം അവരെ കൊണ്ടുചെന്നാക്കാൻ ദീൻ അറിയുന്ന, മാതാപിതാക്കളെ അനുസരിക്കുന്ന മക്കളായി നമ്മുടെ മക്കൾ മാറണം. ഇസ്ലാമിക ചരിത്രത്തിൽ ഒരു ചരിത്രം കാണാൻ സാധിക്കും. ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ ഭരണകാലയളവിൽ ഒരു പിതാവ്, വയോവൃദ്ധനായ ഒരു പിതാവ് ഖലീഫയുടെ മുന്നിലേക്ക് കടന്നു വരികയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, യാ അമീറൽ മുഅ്മിനീൻ, വിശ്വാസികളുടെ നേതാവേ. എന്നിട്ട് അദ്ദേഹത്തോട് പറയാണ്, എനിക്കൊരു മകനുണ്ട്, ആ മകൻ എന്നെ പരിഗണിക്കുന്നില്ല, എനിക്ക് വേണ്ട യാതൊരു കാര്യങ്ങളും അവൻ നൽകുന്നില്ല എന്ന് പറഞ്ഞു. മഹാനായ ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ആ മകനെ വിളിപ്പിക്കുകയാണ്. എന്നിട്ട് മകനോട് ചോദിക്കുകയാണ്, എന്താണ് പിതാവിനെ പരിഗണിക്കാത്തത്? എന്തുകൊണ്ട് അദ്ദേഹത്തിന് പരിചരണം നൽകുന്നില്ല? മകൻ തിരിച്ചു ചോദിക്കുകയാണ്, അമീറുൽ മുഅ്മിനീൻ, വിശ്വാസികളുടെ നേതാവേ, ഒരു പിതാവിന് മക്കൾക്ക് നൽകേണ്ട വല്ല ബാധ്യതയുമുണ്ടോ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടെ വെച്ചുകൊണ്ട് പഠിപ്പിക്കുകയാണ് 3 വിഷയങ്ങൾ, 3 കാര്യങ്ങൾ ഒരു പിതാവിന് തൻ്റെ മക്കൾക്ക് നൽകൽ ബാധ്യതയാണ്. ഒന്നാമെന്ന് പറഞ്ഞ വിഷയം, തൻ്റെ മക്കൾക്ക് ദീനിയായ ഒരു ഉമ്മയെ നൽകുക എന്നുള്ളത് ആ പിതാവിൻ്റെ മേൽ ബാധ്യതയുള്ള വിഷയമാണ്. വിവാഹം കഴിക്കുമ്പോൾ ഏറ്റവും ദീനിയായിട്ടുള്ള സ്ത്രീകളെ വിവാഹം ചെയ്യാൻ ഈ ഒരു സംഭവത്തിലൂടെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ ഒരു അധ്യാപനത്തിലൂടെ നമുക്ക് സൂചന നൽകുകയാണ്. രണ്ടാമത് അദ്ദേഹം പറഞ്ഞത്, തൻ്റെ മക്കൾക്ക്, തൻ്റെ മകന്, തൻ്റെ മകൾക്ക് ഏറ്റവും നല്ല പേര് നൽകണം, അർത്ഥവത്തായ ഏറ്റവും നല്ല പേര് നൽകണമെന്ന് അദ്ദേഹം പഠിപ്പിക്കുകയാണ്. അതിൽ തന്നെ അബ്ദുള്ള, അബ്ദുറഹ്മാൻ, അങ്ങനെ അള്ളാഹുവിലേക്ക് ചേർത്തുകൊണ്ടുള്ള അള്ളാഹുവിൻ്റെ അടിമ എന്ന് അർത്ഥം വരുന്ന പേരുകൾ, അതിനാണ് ഫദ്ല് കൂടുതൽ, ശ്രേഷ്ഠത കൂടുതൽ. മൂന്നാമത് അദ്ദേഹം പറയുന്നത്, ദീന് പഠിക്കാനുള്ള അവസരം മക്കൾക്ക് നൽകണം. ഖുർആനും ഹദീസും ദീനിന്റെ അഹ്കാമുകളും മാതാപിതാക്കളോടുള്ള ബാധ്യതയും അറിയുന്ന, അതിൻ്റെ ഗൗരവം മനസ്സിലാക്കിയിട്ടായിരിക്കണം മക്കൾ വളരേണ്ടത്. അതിനുള്ള അവസരം നൽകൽ പിതാവിൻ്റെ മൂന്നാമത്തെ ബാധ്യതയാണെന്ന് പറഞ്ഞപ്പോൾ ഈ വ്യക്തി തിരിച്ചു പറയാണ്, എന്നാൽ താങ്കൾ മനസ്സിലാക്കണം, എൻ്റെ ഈ പിതാവുണ്ടല്ലോ, ഇദ്ദേഹം ഈ 3 കാര്യത്തിലും വീഴ്ച സംഭവിച്ചിട്ട് അദ്ദേഹത്തിന് ഇത് 3 എനിക്ക് നൽകിയിട്ടില്ല. എന്നിട്ട് പറയാണ്,
ഒന്നാമത്തെ വിഷയം, അദ്ദേഹം എനിക്ക് ദീനിയായ ഒരു ഉമ്മയെ നൽകിയിട്ടില്ല. എൻ്റെ ഉമ്മ എന്നുള്ളത് മുസ്ലിമത്തല്ല, മജൂസിയായ അഗ്നി ആരാധകയായ ഒരു സ്ത്രീയാണ് എൻ്റെ പിതാവ് വിവാഹം കഴിച്ചത്. അതിൽ അദ്ദേഹത്തിന് വീഴ്ച പറ്റിയിട്ടുണ്ട്. നമുക്കറിയാം, അൽ ഉമ്മു അവ്വലുൽ മദ്രസ, ഉമ്മ എന്നുള്ളത് മക്കളുടെ ആദ്യത്തെ മദ്രസയാണ്. അവർക്ക് പഠിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഉമ്മയിൽ നിന്നാണ് ലഭിക്കുക. ഉപ്പയിലേറെ മക്കളെ സ്വാധീനിക്കുക ഉമ്മയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, ദീനിയായ സ്ത്രീയെ വിവാഹം ചെയ്യൽ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ബാധ്യതയുള്ള കാര്യമാണ്. രണ്ടാമത് പറഞ്ഞു, എനിക്ക് അദ്ദേഹം പേര് നൽകിയത് മോശമായ അർത്ഥം വരുന്ന ആ രൂപത്തിൽ ഹദീസിൽ കാണാൻ സാധിക്കും. അറബികൾ ഉപയോഗിക്കുന്ന മോശമായൊരു വാക്ക് അതാണ്, അല്ലെങ്കിൽ മോശമായൊരു ജീവിയുടെ പേരാണ് എനിക്ക് നൽകിയത് എന്ന് അവിടെ വെച്ചുകൊണ്ട് പറയാണ്. മൂന്നാമത് പറഞ്ഞത്, ഖുർആൻ പഠിക്കുന്ന, ഹദീസ് പഠിക്കുന്ന ഒരു സദസ്സിലേക്ക് എൻ്റെ പിതാവ് എന്നെ കൊണ്ടുചെന്നാക്കിയിട്ടില്ല. ദീന് പഠിക്കാനുള്ള ഒരു അവസരവും നൽകിയിട്ടില്ല. മാതാപിതാക്കൾക്ക് മക്കളിൽ നിന്ന് ലഭിക്കേണ്ട അവകാശങ്ങൾ, ബാധ്യതകൾ, അതൊന്നും തന്നെ അദ്ദേഹം എന്നെ പഠിപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പിതാവിനെ അവിടെ നിന്നും മാറ്റിയോടിക്കുകയാണ്, അവിടെ നിന്നും പറഞ്ഞയക്കുകയാണ്. മക്കൾക്ക് നൽകേണ്ട വിഷയങ്ങൾ നൽകാതെ അവരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും പറഞ്ഞയക്കുന്ന ചരിത്രം ഇസ്ലാമിൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സൂക്ഷ്മത കാണിക്കണം. പ്രത്യേകിച്ച് ഈ സാഹചര്യം നമുക്കറിയാം, പല രൂപത്തിലുള്ള ചിന്താഗതികൾ കടന്നു വരുന്നു. മതനിരാസവും അതുപോലെ തന്നെ ആ രൂപത്തിൽ പല രൂപത്തിലുള്ള വേഷവിധാനങ്ങളും ക്യാമ്പസുകളിലേക്കും സ്കൂളുകളിലേക്കും കടന്നു വരുന്നുണ്ട്. നമ്മുടെ മുന്നിൽ നമ്മൾ ഏറെ പ്രതീക്ഷയോടെ കാണുന്ന മക്കളല്ല നമ്മുടെ മുന്നിലുള്ളത്. അവർക്ക് മറ്റൊരു ലോകമുണ്ട്. അവിടെ പിടിച്ചു നിൽക്കാൻ മുസ്ലിമത്തായ നമ്മുടെ പെൺമക്കൾക്കും ആൺമക്കൾക്കും അവിടെ പതറാതെ പിടിച്ചു നിൽക്കണമെങ്കിൽ ദീൻ ആവശ്യമാണ്. ഉപ്പയറിയില്ല, സ്കൂളുകളും ക്യാമ്പസുകളിലും ഉപ്പ കടന്നു വരില്ല. ഉമ്മക്ക് ഒരിക്കലും പെൺമക്കളുടെ ആ വിഷയത്തിൽ ഇടപെടാൻ കഴിയില്ല. അവിടെയൊക്കെ അള്ളാഹുവിനെ ഭയമുള്ള ഒരു അന്യ സ്ത്രീയെ സ്പർശിക്കൽ ഹറാമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. അതറിയുന്ന നമ്മുടെ ആൺമക്കളെ ആ വിഷയത്തിൽ സൂക്ഷ്മത കാണിക്കുകയുള്ളൂ. അതുപോലെ തന്നെ പിതാവും മാതാവും അറിഞ്ഞില്ല, അവർ കാണുന്നില്ല എങ്കിലും ഒരു അന്യ പുരുഷൻ എൻ്റെ ശരീരത്തിൽ സ്പർശിക്കാൻ പാടില്ല എന്ന് ദീനിൻ്റെ അടിസ്ഥാന പാഠം, അതല്ലെങ്കിൽ അത് ഹറാമാണെന്ന് മനസ്സിലാക്കിയ നമ്മുടെ പെൺമക്കൾക്ക് ആ തിന്മകളിലേക്ക് വഴുതി വീഴാതിരിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം ദീനി ബോധം കൃത്യമായി അവർക്ക് നൽകണം. പഠിക്കാനുള്ള സംവിധാനങ്ങൾ, ദീന് പഠിക്കാനുള്ള, അവധിക്കാലത്ത് മതം പഠിക്കാനുള്ള സാഹചര്യങ്ങൾ, സംവിധാനങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. അവിടേക്ക് മക്കളെ എത്തിക്കാൻ നമുക്ക് സാധിക്കണം. അതല്ലാതെ അവസാനം വിലപിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. ഒരു ആയത്ത് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചത്, യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ. യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ, ഖൂ അൻഫുസകും, നിങ്ങളുടെ സ്വന്തം ശരീരത്തെ നിങ്ങൾ സംരക്ഷിക്കുക, വഅഹ്ലീകും, നിങ്ങളുടെ കുടുംബത്തെയും, നാറാ, നരകത്തിയെ തൊട്ട് നിങ്ങളുടെ സ്വന്തം ശരീരത്തെയും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങൾ സംരക്ഷിക്കണമെന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടുണ്ട്. ഈ ആയത്തിനെ വിശദീകരിച്ചിടത്ത് മഹാനായ അലി റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാണ്, ഫീ ഖൗലിഹി തആല, അല്ലാഹുവിന്റെ വാക്കുണ്ടല്ലോ, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, സ്വന്തം ശരീരത്തെയും കുടുംബത്തെയും നരകത്തിൽ നിന്നും നിങ്ങൾ സംരക്ഷിക്കുക എന്നുള്ള വാക്കുണ്ടല്ലോ. യഖൂൽ, അദ്ദേഹം പറയാണ്, അദ്ദിബൂഹും അല്ലിമൂഹും. അദ്ദിബൂഹും എന്ന് പറഞ്ഞാൽ അവർക്ക് മര്യാദ പഠിപ്പിച്ചു കൊടുക്കുക. ദീനീപരമായിട്ടുള്ള മര്യാദകൾ കൃത്യമായി നമ്മുടെ ആൺപെൺമക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. അല്ലിമൂഹും, നിർബന്ധപൂർവ്വം അവർക്കത് പഠിപ്പിച്ചു കൊടുക്കുക. ചെറിയ പ്രായത്തിൽ തന്നെ ഉപ്പയുടെയും ഉമ്മയുടെയും സ്വാധീനം മക്കളിൽ ഉണ്ടാകും. ഉമ്മമാര് വസ്ത്രദാന രംഗത്ത് സൂക്ഷ്മത കാണിക്കുന്നവരാണെങ്കിൽ മക്കളെ അത് സ്വാധീനിക്കും. അവിടെ വല്ല ന്യൂനതയും പോരായ്മയും ഉണ്ടായിട്ടുണ്ടെങ്കിൽ മക്കളെയും അത് ബാധിക്കും. അതുകൊണ്ട് ആ വിഷയം, മക്കളുടെ വേഷവിധാനം, മക്കളുടെ പെരുമാറ്റ സ്വഭാവ മര്യാദ രീതികളിൽ നിർബന്ധപൂർവം അവരുടെ ചെറുപ്പത്തിൽ ഇടപെട്ടുകൊണ്ട് അവരെ വളർത്തിക്കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം. ഇന്ന് പല ആളുകളും ഭൗതികവും അതുപോലെ തന്നെ ലിബറലിസവും പറഞ്ഞ് ക്യാമ്പസുകളിലേക്ക് കടന്നു വരികയാണ്. ക്യാമ്പസുകളെ കാർന്നു നിന്ന ക്യാൻസർ ആയിട്ടാണ് നമ്മൾ കാണേണ്ടത്.
സ്വാതന്ത്ര്യവാദം പറഞ്ഞുകൊണ്ട് അന്യപുരുഷന്മാർ അതല്ലെങ്കിൽ വിവാഹത്തിന് ശേഷം ചെയ്യേണ്ട കാര്യങ്ങളെപ്പോലും സ്വാതന്ത്ര്യത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ക്യാമ്പസുകളിലേക്ക് കൊണ്ടുവരുന്ന ആൺപെൺമക്കളെ നമ്മൾ കാണുന്നുണ്ട്. പല രക്ഷിതാക്കളും ഇത് അറിയുന്ന പോലുമില്ല. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം ദീനീ വിദ്യാഭ്യാസം മക്കൾക്ക് നൽകാൻ, അതുപോലെ അവരെ പറ്റി അന്വേഷിക്കാൻ നമ്മുടെ ഒരു കണ്ണ് മക്കളുടെ മേലുണ്ടാകണം. അതല്ലെങ്കിൽ പിന്നീട് നമ്മൾ ഖേദിക്കുന്ന സാഹചര്യവും സന്ദർഭവും കടന്നു വരും. ഇസ്ലാം എപ്പോഴും പഠിപ്പിക്കുന്നത് ജാഗ്രത പാലിക്കാനാണ്. ഒരു കാര്യത്തിലേക്ക് അകപ്പെട്ടിട്ടല്ല നമ്മൾ സൂക്ഷ്മത കാണിക്കേണ്ടത്. അതിലേക്ക് കടന്നു വരുന്ന മുഴുവൻ വഴികളും അടക്കാൻ, സൂക്ഷ്മത പാലിക്കാൻ, ദീനിന്റെ വിദ്യാഭ്യാസം മക്കൾക്ക് നൽകാൻ അള്ളാഹു കാണുന്നുണ്ടെന്ന ബോധം മക്കൾക്ക് ഉണ്ടാകണം. അതിനവർ ദീന് പഠിക്കുന്നവരായി വളരണം. അതുകൊണ്ട് സഹോദരങ്ങളെ, കൃത്യമായി മക്കൾക്ക് ദീന് പഠിക്കാൻ, ദീനിയായിട്ടുള്ള അവസരങ്ങൾ നൽകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ആ രൂപത്തിൽ മക്കൾ ദീന് പഠിക്കുന്നവരായി, ദീൻ അനുസരിക്കുന്നവരായി മാറ്റുവാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വഹ്ദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ആദരണീയരായ വിശ്വാസിനികളെ, റബ്ബ് സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, ദീനിൻ്റെ പേരിൽ വസിയത്ത് ചെയ്യുകയാണ്. മതപരമായ വിഷയങ്ങളിൽ മദ്രസകൾക്ക് ഏറെ പ്രാധാന്യമുണ്ട്. മഹല്ലുകൾ കേന്ദ്രീകരിച്ച് മദ്രസ സംവിധാനത്തെ ശക്തിപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. പ്രത്യേകിച്ച് ഏറ്റവും വലിയ ഒരു നന്മയാണ് ആ രൂപത്തിൽ മഹല്ലുകൾ കേന്ദ്രീകരിച്ച് നിർബന്ധപൂർവം മദ്രസകളെ ശക്തിപ്പെടുത്തുക എന്നുള്ളത്. നമ്മുടെ മക്കളെ പഠിപ്പിക്കുന്ന മദ്രസയിൽ നമ്മുടെ മക്കളെ പഠിപ്പിക്കുന്ന അധ്യാപകർ കൃത്യമായി ദീൻ അറിയുന്നവരാകണം. ദീനിപരമായിട്ടുള്ള ക്വാളിറ്റി അവർക്കുണ്ടാകണം. ഒരു നിർബന്ധം ആ വിഷയത്തെ നമ്മൾ കാണിക്കണം. അള്ളാഹുവിനെ ഭയമുള്ള, അതല്ലെങ്കിൽ ആ രൂപത്തിൽ ദീന് കൃത്യമായി അറിയുന്ന ആളുകൾ അവരെ മദ്രസയിൽ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം. അതോടൊപ്പം തന്നെ അവർക്ക് ദീന് പഠിപ്പിക്കുന്ന അധ്യാപകരാണെന്നുള്ള ഒരു പ്രാധാന്യം നൽകാൻ നമുക്ക് സാധിക്കണം. അതെല്ലാ രൂപത്തിലും, സാമ്പത്തികമായിട്ടും അതുപോലുള്ള വിഷയങ്ങളിലും ദീന് പഠിപ്പിക്കുന്ന ആളുകൾക്ക് പിൻബലം നൽകാൻ നമുക്ക് സാധിക്കണം. മാത്രമല്ല, നിരീശ്വരവാദവും ലിബറലിസവും കടന്നു വരുന്ന ഈ സാഹചര്യത്തിൽ ചെറുപ്പം മുതൽ തന്നെ ദീനിൻ്റെ അധ്യാപനങ്ങൾ നമ്മുടെ മക്കൾ പഠിക്കണം. അതിന് മദ്രസയെ ശക്തിപ്പെടുത്തുന്നിടത്ത് മഹല്ലുകൾ കേന്ദ്രീകരിച്ച് അതിന് ഉത്തരവാദിത്തമുള്ള ആളുകൾ ഓരോ നാടിലും നിർബന്ധപൂർവ്വം അതിലിടപെടാൻ നമുക്ക് സാധിക്കണം. പ്രത്യേകിച്ച് ഈ ഒരു സമയം എന്ന് പറയുമ്പോൾ പുതിയ കുട്ടികളൊക്കെ മദ്രസയിലേക്ക് ചേർത്തുന്ന സാഹചര്യമാണ്. ഇനി അതല്ല, രാവിലത്തെ മദ്രസയിൽ പങ്കെടുക്കാൻ കഴിയാത്ത കുട്ടികൾ, അവർക്ക് മറ്റ് ദിവസങ്ങളിൽ അതല്ലെങ്കിൽ മറ്റ് സമയങ്ങളിൽ മദ്രസ ഉപയോഗപ്പെടുത്താനുള്ള അവസരം നൽകാൻ നമുക്ക് സാധിക്കണം. എങ്ങനെയാണെങ്കിലും മതവിദ്യാഭ്യാസം നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യം സമൂഹത്തിലുണ്ടായിക്കൂടാ. ദീനറിയാത്ത, ദീനിനെപ്പറ്റി ഒരു അക്ഷരം പോലും അറിയാത്ത ആളുകൾ ഉണ്ടാകുമ്പോൾ അള്ളാഹുവിൻ്റെ അദാബ്, റബ്ബിൻ്റെ ശിക്ഷ സമൂഹത്തിനെ മൊത്തത്തിൽ ബാധിക്കുമെന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച വിഷയമാണ്. അതുപോലെ തന്നെ പ്രവാചകന്റെ ഹദീസിൽ കാണാൻ സാധിക്കും, മൻ റആ മിൻകും മുൻകറൻ ഫൽയുഗയ്യിറുഹു ബിയദിഹി. മൻ റആ മിൻകും മുൻകറൻ, നിങ്ങൾ ആരെങ്കിലും ഒരു തിന്മയെ, ഒരു പാപത്തെ കാണുകയാണ്, ഫൽയുഗയ്യിറുഹു ബിയദിഹി, അവൻ അവന്റെ കൈ കൊണ്ടത് തടയട്ടെ. പ്രവാചകന്റെ ഒന്നാമത്തെ കൽപ്പന. ഫഇല്ലം യസ്തതി, ഇനി അവന് സാധിക്കുന്നില്ലെങ്കിൽ ഫബിലിസാനി, അവന്റെ നാവ് കൊണ്ട് ആ തിന്മയെ അവൻ എതിർക്കട്ടെ. അത് തിന്മയാണ്, കുടുംബത്തിൽ, എൻ്റെ ഫാമിലിയിൽ, എൻ്റെ കുടുംബത്തിൽ ഈ തിന്മ ചെയ്യാൻ അനുവദിക്കില്ല എന്ന് കൃത്യമായി നിർബന്ധപൂർവം ആ വിഷയത്തിൽ ഇടപെടാൻ രക്ഷിതാക്കൾക്ക് സാധിക്കണം. ഫഇല്ലം യസ്തതി ഫബിഖൽബിഹി, ഇനി നമ്മുടെ കുടുംബത്തിലോ നമ്മളുമായി ബന്ധപ്പെട്ട മേഖലകളിൽ ഒന്നുമല്ല, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇടപെടാൻ പരിമിതികളുമുണ്ട്. ഫഇല്ലം യസ്തതി, ഇനി അതിനും സാധിക്കുന്നില്ല, ഈ രണ്ട് കാര്യങ്ങളും സാധിക്കുന്നില്ലെങ്കിൽ ഫബിഖൽബിഹി, ഹൃദയം കൊണ്ട് അത്തരം ആളുകളെ, ആ പ്രവർത്തനത്തെ വെറുക്കാൻ നമുക്ക് സാധിക്കണമെന്ന് പ്രവാചകൻ പറയാണ്. പ്രവാചകൻ പറയാണ്, വദാലിക അദ്അഫുൽ ഈമാൻ, അതാകുന്നു ഈമാനിന്റെ ഏറ്റവും ദുർബലമായിട്ടുള്ള വിഷയം. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ സമൂഹത്തിൽ കാണുന്ന തിന്മകളെ കൃത്യമായി എതിർക്കാൻ, കൈകൊണ്ട് തടയാൻ കഴിയുന്ന ദൂരത്തിൽ നമ്മുടെ കുടുംബത്തിലാണെങ്കിൽ അവിടെ വെച്ചുകൊണ്ട് എതിർക്കാൻ നമുക്ക് സാധിക്കണം. ഇനി നമ്മളെ കൊണ്ട് നമ്മുടെ കുടുംബത്തിൽ, അതല്ലെങ്കിൽ നമുക്ക് യാതൊരു രൂപത്തിലും ഇടപെടാൻ കഴിയാത്ത മേഖലകളാണെങ്കിൽ നാവ് കൊണ്ട് എതിർക്കാൻ, തിന്മയാണ്, അത് ചെയ്യാൻ പാടില്ല, ഹറാമാണെന്ന് പറയാനുള്ള ഉത്തരവാദിത്ത ബോധം നമുക്കുണ്ടാകണം. മൂന്നാമത് പറഞ്ഞത് ഹൃദയം കൊണ്ട് വെറുക്കാനാണ്. അതാണ് ഈമാനിന്റെ ഏറ്റവും ദുർബലമായത്. ഒരു നിലക്കും ഇടപെടാൻ കഴിയില്ല, നമ്മളതിൽ നിന്ന് മാറി നിൽക്കുക, നമ്മുടെ കുടുംബത്തെ അതിൽ
മക്കളിൽ നിന്നും മാറ്റി നിർത്തുക. അത്തരം ക്യാമ്പസുകളിലേക്ക്, സ്കൂളുകളിലേക്ക് നിർബന്ധപൂർവ്വം മക്കളെ ചേർത്താതിരിക്കുക. ഹൃദയം കൊണ്ട് ആ തിന്മയോടൊരു വെറുപ്പ് പ്രകടിപ്പിക്കുക എന്നുള്ളത് ഒരു മുസ്ലിമിനും ബാധ്യതയുള്ള വിഷയമാണ്. അതുകൊണ്ട് ആ രൂപത്തിൽ നമ്മൾ സൂക്ഷ്മത പാലിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വതആവനു അലൽ ബിർരി വത്തഖ്വ, വതആവനു നിങ്ങൾ പരസ്പരം സഹായിക്കുക, അലൽ ബിർരി വത്തഖ്വ സൂക്ഷ്മമായ കാര്യത്തിൽ സൂക്ഷ്മതയിൽ, അതുപോലെ തന്നെ അലൽ ബിർ നന്മയിലും സൂക്ഷ്മമായ കാര്യത്തിലും സൂക്ഷ്മതയിലും അല്ലാഹുവിനെ ഭയപ്പെടുന്നതിലും ഒക്കെ പരസ്പരം നിങ്ങൾ സഹായിക്കുക. എന്നിട്ട് പ്രവാചകൻ പറയാണ്, വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ തിന്മകളിലും ശത്രുതയിലും നിങ്ങൾ പരസ്പരം സഹായിക്കരുത്. നമ്മുടെ സഹായം അത്തരം തിന്മകളിലേക്ക് ലഭിക്കുന്ന, തിന്മകളിൽ ഉള്ള ആളുകൾക്ക് ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാകരുത്. അത്തരത്തിലുള്ള ക്യാമ്പസുകളാണെങ്കിൽ വേഷവിധാനത്തിൽ സൂക്ഷ്മത നമുക്ക് നമ്മുടെ മക്കൾക്ക് അവിടെ ആ രൂപത്തിൽ വേഷവിധാനം സ്വീകരിക്കാൻ കഴിയില്ലെങ്കിൽ അതിലേറെ സൗകര്യമുള്ള മതപരമായും ഭൗതികപരമായും ഉന്നതിയിൽ നിൽക്കുന്ന മറ്റു സ്ഥാപനങ്ങൾ തിരഞ്ഞെടുക്കുക. തിന്മക്ക് കൂട്ടു നിൽക്കുന്ന സാഹചര്യം ഉണ്ടാകരുതെന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ രൂപത്തിൽ കൃത്യമായി ദീന് മനസ്സിലാക്കുന്ന, ദീനിനു വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും ആക്കി മാറ്റുമാറാകട്ടെ. അതുപോലെ തന്നെ നമ്മിൽ കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്. അവർക്ക് അല്ലാഹു കടം വീട്ടുവാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്. ഒരു സഹോദരൻ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം പരിക്കുകളോടുകൂടി അല്പം പ്രയാസത്തിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് ഏറ്റവും ശമനം നൽകി, ഏറ്റവും നല്ല ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, കുടുംബങ്ങൾ, അവർക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹുമ്മ അൻസുരിൽ മുസ്ലിമീന ഫീ കുല്ലി മകാൻ. അല്ലാഹുമ്മ അൻസുരിൽ മുസ്ലിമീന ഫീ കുല്ലി മകാൻ. അല്ലാഹുമ്മ അൻസുരിൽ മുസ്ലിമീന في كل مكان. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. الله أكبر الله